ഹായ് ഫ്രണ്ട്സ്, ഏതു ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രീതി മെഷീൻ്റെ ബോബിൻ കേസ് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല. അത് തിരഞ്ഞിങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ മനോരമയുടെ കയ്യിലാണേ. ഹലോ, എന്താ ഈ തിരഞ്ഞു നടക്കുന്നത്? ഞാനിവിടെ വെച്ചിരുന്ന ബോബിൻ കേസ് കാണുന്നില്ല ആൻറ്റി, ഇതാണോ സാധനം എന്ന് ചോദിച്ചു കൊടുക്കുന്നുണ്ട്. അതെ, നിന്റെ അനിയത്തി ഇവിടെ പോയതാ, എനിക്കറിയില്ല ആൻറ്റി എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര ചീത്തവിളിയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പ്രീതി അങ്ങ് കരഞ്ഞു പോവാണ്. എന്റെ മുതലക്കണ്ണീര് കണ്ടിട്ട് ഞാൻ തെന്നി വീഴും എന്നൊന്നും വിചാരിക്കണ്ട, ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് മനോരമ അങ്ങ് പോവാണേ. അവിടേക്ക് ലിസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലും ഫാമിലിയും കൂടെ വരികയാണ്. മനോരമയാണ് വാതിലൊക്കെ തുറന്നു കൊടുക്കുന്നത്. നിങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. അമ്മ, അഞ്ജലി ബേബി, ഇതാരാ വന്നിരിക്കുന്നേ നോക്കിയേ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി വരുന്നുണ്ട്. അല്ല, ആരാ ഇത്? എന്താ ഓർക്കാപ്പുറത്ത്, എന്തൊക്കെയാ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ വിശേഷങ്ങളൊക്കെ ഇവിടെയല്ലേ, ഞങ്ങൾ അതൊന്ന് അറിഞ്ഞിട്ട് പോവാലോ എന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് വന്നതാന്ന് പറയുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശി ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മനോരമയാണെങ്കിൽ, അല്ല പണ്ട് കുട്ടി അശ്വിൻ ബേബിയുടെ ഫിലിം മേക്കിങ്ങിൽ എന്തോ വഴക്കൊക്കെ ഉണ്ടാക്കി പോയെന്നാണല്ലോ ഞാൻ അറിഞ്ഞേ. ഏയ്, അങ്ങനെയൊന്നുമില്ല ആൻറ്റി, അശ്വിനാ ഇപ്പോൾ എന്നോട് മിണ്ടാതിരിക്കുന്നേ. അന്ന് ആ ആറ്റിറ്റ്യൂഡിൻ്റെ ഇടയിൽ ചെറിയൊരു സൗന്ദര്യപ്പിണക്കം. അപ്പോൾ നമ്മുടെ അഞ്ജലി, ലിസ കുഞ്ഞനെ വിളിച്ചായിരുന്നോ? ആ, ഞങ്ങൾ വരുന്ന വഴി ഒന്ന് വിളിച്ചിരുന്നു. ആൾ ഓഫീസിൽ വലിയ തിരക്കിലാണത്രേ. അത് പറഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒന്നുകൂടെ പിണങ്ങി എന്ന് പറയട്ടോ ലിസ. ആകാശിന്റെ കല്യാണം നടക്കുമ്പോൾ ഇവൾ US-ൽ ഒരു ആഡിന്റെ ഷൂട്ടിങ്ങിലായിരുന്നു. പിന്നെ കുറെ ആയി ഞങ്ങൾ ടൂറൊക്കെ പോയിട്ട്. അപ്പോൾ ഞങ്ങളും കൂടി അങ്ങോട്ടേക്ക് പോയി. അവിടെ കുറച്ച് ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. ആ സമയത്താണ് നമ്മുടെ ആകാശിന്റെ വിവാഹം. അതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത്. അല്ല, അശ്വിന്റെ കല്യാണം കഴിഞ്ഞോ? അങ്ങനെ ഒരു ന്യൂസ് കേട്ടല്ലോ. ആ, അതും ആ കൂട്ടത്തിൽ കഴിഞ്ഞു. ആരോടും പറയാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ, കേട്ടോ സുഭദ്രേച്ചി, ഇനി പറയാലോ. അശ്വിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്താന്നല്ലേ, ഇവൾക്ക് അശ്വിനോട് രഹസ്യമായിട്ടൊരു ക്രഷ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും, ഒന്ന് പോ പപ്പ, അത് ഞാൻ വെറുതെ പറഞ്ഞതാന്ന് പറയാട്ടോ. അങ്ങനെയൊന്നല്ല സുഭദ്രേച്ചി, കേട്ടതൊക്കെ സത്യം തന്നെ. ഒരു വാക്ക് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ വേറെ വഴിക്ക് നടക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും പ്രീതി അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇതാണ് ആകാശിന്റെ വൈഫ്. ഇവളുടെ അനിയത്തി ശ്രുതിയാണ് അശ്വിൻ വിവാഹം കഴിച്ചത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനോരമ പറയുന്നുണ്ട്, മോൾക്ക് അറിയും, മോള് ഇവള് കാരണ അന്ന് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഓ, ആ കുട്ടിയോ? ആ കുട്ടി എങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, എന്ത് ചെയ്യാം മോളെ, നമ്മുടെ സമയദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ ആൺകുട്ടികൾക്ക് ആ കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ലിസ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം അഞ്ജലി പറയുന്നുണ്ട്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ആൻറ്റി. വേണ്ട, ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകും. ഇവൾക്ക് 12 മണിക്ക് ഇവിടെ സിറ്റി മാളിൽ ഒരു ഇനാഗുറേഷൻ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒന്ന് കയറിയതാ. ഇവരെ നേരിട്ടൊന്ന് വിഷ് ചെയ്യാമെന്ന് ഇവളാണ് പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രീതിയുടെ കയ്യിൽ 2 റിങ് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയൊരു ഗിഫ്റ്റാണ്. അനിയത്തി വരുമ്പോൾ മോള് തന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് പ്രീതിയുടെ കയ്യിൽ കൊടുക്കണേ. അപ്പോഴേക്കും നമ്മുടെ മനോരമയാണെങ്കിൽ ലിസയുടെ നെക്ലേസിലാണ് കേട്ടോ കണ്ണ്. മോളെ, ഇത് ഒറിജിനൽ ഡയമണ്ട് ആണോ? അത് ആൻറ്റി, ഒറിജിനൽ ബെൽജിയൻ ഡയമണ്ട്. പപ്പ എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാ എന്ന് പറയുമ്പോൾ നമ്മുടെ മനോരമ അങ്ങനെ തൂക്കിയോ നോക്കിയിട്ട്, ഇതിന് എത്ര ക്യാഷ് ആയിട്ടുണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ ലിസ ചിരിച്ചോണ്ട് അവരുടെ പപ്പയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കട്ടോ. ക്യാഷ് ഒക്കെ ആര് നോക്കുന്നു? മോൾക്ക് എന്തെങ്കിലും വിലപിടിപ്പുള്ളത് കൊടുക്കണം എന്ന് തോന്നിയാൽ ഞാനത് കൊടുത്തിരിക്കും. എങ്കിലും ഇതിന് എത്രയായി കാണും? അത് ഒരു 50 ലക്ഷം. 50 ലക്ഷമോ എന്നൊക്കെ പറയുമ്പോഴേക്കും മോഹനൻ വന്നിട്ട് അയാളോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മുടെ മനോരമ പോയിട്ട്, ഇതിനേക്കാൾ കുറഞ്ഞ ക്യാഷിന് ഇങ്ങനെയൊരു ഡയമണ്ട് കിട്ടുമോ മോളെ എന്നൊക്കെ ചോദിച്ച് പിറകെ ഇങ്ങനെ കൂടിയിരിക്കുകയാണേ. അപ്പോൾ ആ ലിസ പറയുന്നുണ്ട്, ആൻറ്റിക്ക് ഈ നെക്ലേസ് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പപ്പ, ഞാനിത് ആൻറ്റിക്ക് കൊടുത്തോട്ടെ. ഓ, അതിനെന്താ, കൊടുത്തോ എന്ന് പറയണേ. അങ്ങനെ അത് അഴിക്കാൻ പോകുന്ന നേരത്ത് നമ്മുടെ മുത്തശ്ശി വന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഒരുപാട് ആഭരണ കളക്ഷൻ ഉണ്ട്. അവള് വെറുതെ തമാശയ്ക്ക് ചോദിക്കുന്നതാ. അത് കേട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ഊരി കൊടുക്കാൻ പാടുണ്ടോ? അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണേ. അപ്പൊ മോഹനനും പറയുന്നുണ്ട്, മനോരമ അതൊരു തമാശയ്ക്ക് പറഞ്ഞതാ അല്ലേ മനോരമ? യെസ്, അതെ, ഞാനൊരു ഫണ്ണിന് വേണ്ടി ചോദിച്ചതാ എന്ന് പറയാട്ടോ. ആൻറ്റി, ഇനി വരുമ്പോൾ ഞാൻ ആൻറ്റിക്ക് നല്ലൊരു നെക്ലേസ് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവാണ്. അതിനുശേഷം മനോരമയോട് ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തിനാ മനോരമ അതിഥി വരുമ്പോൾ അവരുടെ നെക്ലേസിന്റെ തൂക്കവും വിലയൊക്കെ നോക്കാൻ നിൽക്കുന്നത്? അതിനിപ്പോൾ എന്താ അമ്മ? ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ട് ആ നെക്ലേസ് എനിക്ക് തരാൻ നിന്നു. പക്ഷെ നിങ്ങൾ അതൊക്കെ മുടക്കിയല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശിയും അവിടെ ഉള്ളവരൊക്കെ പോവാണ് കേട്ടോ, ദേഷ്യം പിടിച്ചിട്ട്.
തുടർന്ന് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആകാശ് സാർ എൻ്റെ ചേച്ചിയെ ഉപേക്ഷിക്കൂ. അയാൾ പറയുന്നത് കേട്ട് അങ്ങനെ ചെയ്യാൻ ആകാശ് സാറിന് പറ്റുമോ? എന്തായാലും ആകാശ് സാറിന്റെ വായിൽ നിന്ന് തന്നെ എനിക്കത് കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ആകാശിനെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. ഹലോ ആകാശ് സാർ. ആകാശ് അല്ല, അശ്വിൻ സാർ എന്നും പറഞ്ഞ് ഫോണ് ചെവിയിൽ വെച്ച് നമ്മുടെ അശ്വിൻ ഇങ്ങനെ വരിക കേട്ടോ. എനിക്കറിയായിരുന്നു നീ ആകാശിനെ വിളിക്കുമെന്ന്, അതുകൊണ്ട് തന്നെയാ അവന്റെ ഫോൺ ഞാൻ എടുത്തു വെച്ചത്. എന്താ ശ്രുതി മാഡത്തിന് ആകാശ് സാറിനെ വിളിക്കണോ? നീ ചിന്തിക്കുമ്പോഴേക്കും ഞാനത് പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ശ്രുതികുമാരി ലക്ഷ്മി. അപ്പോൾ എങ്ങനെയാ, നീ തനിച്ചു പോകുന്നോ അതോ ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും നമ്മുടെ ആകാശ് വിളിക്കുന്നുണ്ട് അശ്വിൻ്റെ ഫോണിലേക്ക്. ഹലോ ചേട്ടാ, എൻ്റെ ഫോണ്. ആകാശ്, നീ വീട്ടിലേക്ക് വന്നാൽ മതി, നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. പിന്നെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്ക് കേട്ടോ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ചിങ്ങനെ ശല്യപ്പെടുത്തും എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ ചേട്ടാ എന്ന് പറഞ്ഞ് ആകാശ് ഫോൺ വെക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, എനിക്കറിയാം എൻ്റെ നമ്പർ നിൻ്റെയിൽ കാണുമെന്ന്, അതിലേക്ക് വിളിച്ച് അവനെ ശല്യം ചെയ്യാൻ നിൽക്കണ്ട, അതുകൊണ്ടാണ് അവനോട് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ അങ്ങ് പോവാണ് കേട്ടോ. അതിനുശേഷം ശ്രുതിയാണെങ്കിൽ അശ്വിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പ്രീതി ഫോൺ ചെയ്യുന്നുണ്ട്. ഹലോ ശ്രുതി, നീ ഇതെവിടെയാ? ഞാൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക ചേച്ചി. അല്ല ചേച്ചി, ആകാശ് സാർ വിളിച്ചോ? ഇല്ല, ആകാശ് സാറിനെ ഞാൻ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. അശ്വിൻ സാർ വിളിച്ചോ? ഇല്ല ശ്രുതി, എന്താ കാര്യം എന്ന് എന്നോട് പറ. ഒന്നുമില്ല ചേച്ചി. ഇല്ല ചേച്ചി, വിഷമിക്കേണ്ട ഒരു കാര്യമില്ല, ഞാൻ ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആകാശ് സാർ ചേച്ചിയോടൊന്നും പറഞ്ഞില്ല, അശ്വിൻ സാറും ഒന്നും പറഞ്ഞില്ല. പക്ഷേ അശ്വിൻ സാർ എപ്പോ വീട്ടിലെത്തി എന്തു പറയും എന്നൊന്നും അറിയില്ലല്ലോ, പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം എന്ന് പറഞ്ഞിട്ട് തിരക്ക് പിടിച്ചങ്ങ് പോവാണേ. അതിനുശേഷം നമ്മുടെ അശ്വിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തുന്നുണ്ട്. പ്രീതി ആയിരിക്കും കേട്ടോ വാതിൽ തുറന്നു കൊടുക്കുന്നത്. എനിക്ക് പ്രീതിയോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി സോഫയിൽ കയറി ഇരിക്കുന്നുണ്ട്. അല്ല, പ്രീതിക്ക് ഇവിടെ സുഖമല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആകാശിനോട് പറയണം കേട്ടോ എന്ന് പറയുമ്പോൾ പ്രീതി തലയാട്ടുന്നുണ്ട്. എന്നിട്ട് അശ്വിനോട് പറയുന്നുണ്ട്, അല്ല എന്നോട് എന്തോ പറയണം എന്ന് പറഞ്ഞില്ലേ? അത് ഇതൊക്കെ തന്നെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് പ്രീതിയുടെ ഒരു സൈൻ വേണമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രീതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താ കാര്യം എന്നൊന്നും അറിയാതെ. കുഴപ്പമില്ല പ്രീതി, ഇതിലൊരു സൈൻ മതി എന്ന് പറഞ്ഞിട്ട് കൊടുക്കണ നേരത്ത് നമ്മുടെ ശ്രുതി അവിടെ ഗേറ്റ് തുറന്ന് എത്തുകയാണേ. അശ്വിന്റെ വണ്ടി കണ്ടതും അങ്ങ് ഓടി വീട്ടിൽ കയറുന്ന ഒരു ഭാഗത്തോടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്